നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അടുത്തയാൾ വന്നോളൂ. ഇരുന്നോളൂ. കൈയൊന്ന് നീട്ടു. പറയൂ, എന്താ കുട്ടിയുടെ രോഗം? ഓ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല ഡോക്ടറെ. ഞാനിവിടേക്ക് വന്നപ്പോ ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്ന തിരക്കിലായിരുന്നു. അപ്പൊ പിന്നെ അതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കാന്ന് കരുതി. അത് ശരി, ഞങ്ങളുടെ ചികിത്സാ രീതികളൊക്കെ കണ്ടുപഠിച്ച് പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള പദ്ധതിയാണല്ലേ? സ്വാതിയുടെ ചികിത്സാ വിധികൾ കൂടുതലും അകത്തളത്തിലായത് നന്നായി. അല്ല, ഇന്ന് പതിവില്ലാതെ വളരെ സന്തോഷത്തിലാണല്ലോ. ഇടയ്ക്ക് കൈവിട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു വന്നതുപോലെ. എന്റെ സന്തോഷത്തിന്റെ കാരണത്തിലൊരാൾ നിങ്ങളും കൂടിയാ. നിങ്ങൾ മാത്രല്ല, ഇവിടുത്തെ തിരുമേനിയും പെരുവണ്ണാപുരത്തമ്മയും സാക്ഷാൽ മഹാദേവനും ഇവരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴാ ആ ശക്തിയുടെ പിൻബലത്തിൽ എന്റെ ചേച്ചിയുടെ ജീവിതത്തിന് ഒരു പിൻബലം കൈവന്നത്. ആഹാ, അങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്കും ദൈവത്തിനു വേണ്ടി വീതിച്ചു നൽകണ്ട. സ്വന്തം ജീവിതം പോലും ചേച്ചിക്കായി മാറ്റിവെച്ച് മടങ്ങി വരുന്ന ഒരു ഉറപ്പുമില്ലാത്ത ശിവക്കാട്ടിലേക്ക് അഖണ്ഡ ജ്യോതിയുമായി പോയ തന്റെ പ്രവൃത്തിയുമായിട്ട് ഞങ്ങളെ തുലനം ചെയ്യാൻ പോലും പറ്റില്ല. ഇക്കാര്യത്തിൽ തന്റെ പ്രവൃത്തിയോളം വലുതല്ല മറ്റൊന്നും. ചേച്ചിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ജീവിച്ചു തീർത്താൽ മതിയോ? സ്വന്തം ജീവിതം കൂടി നോക്കണ്ടേ? തന്റെ ജീവിതത്തെക്കുറിച്ച് മുത്തശ്ശൻ വിശദമായി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ സ്വന്തം ജീവിതം മറന്നു പോരുത്. താലി കെട്ടിയ പുരുഷനൊത്ത് താൻ ഇനി സന്തോഷത്തോടെ ജീവിക്കണം. മുത്തശ്ശന്റെ അഭിപ്രായം ആ ആള് വലിയ ഭാഗ്യം ചെയ്ത ആളാണെന്നാ. ഞാനിപ്പോ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ ചേച്ചിയുടെ ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ ചേച്ചി പഴയതുപോലെ എഴുന്നേറ്റ് നടക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹമായിട്ടുള്ള വിവാഹം നടക്കണം. അതിലും വലുതായി മറ്റൊരു ഭാഗ്യമോ സന്തോഷമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ചേച്ചിയുടെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കാൻ ഇനി എത്ര ദിവസം കൂടെ വേണ്ടിവരും? അതുകൂടി അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പോ കൃത്യമായിട്ടൊരു സമയം നിശ്ചയിക്കാൻ കഴിയില്ല. ഏതായാലും തന്റെ ചേച്ചിയുടെ കഴുത്തിൽ താൻ ആഗ്രഹിച്ച പോലെ താലി കെട്ടുന്നത് സഞ്ജു ആയിരിക്കും. ആ കാര്യം ഉറപ്പാ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. വലിയ സന്തോഷത്തിലാണ് ലക്ഷ്മി. ചേച്ചിയിൽ വന്നിട്ടുള്ള മാറ്റത്തിൽ അവളോളം സന്തോഷിക്കുന്ന മറ്റാരും ഉണ്ടാവില്ല മുത്തശ്ശ. ഇനിയും എത്ര നാൾ കൂടി ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് വേണ്ടിവരുമെന്നാ ലക്ഷ്മിയുടെ ചോദ്യം. പാവം കുട്ടി, ജീവിതത്തിൽ അല്പം പോലും സ്വാർത്ഥത വെച്ച് പുലർത്താത്ത ജന്മം. മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവൻ തന്നെ ദാനമായി നൽകാൻ സന്നദ്ധത കാട്ടിയ പെൺകുട്ടി. കലിയുഗത്തിൽ അപൂർവമായി മാത്രമേ ഇത്തരം ജന്മങ്ങൾ പിറവിയെടുക്കൂ. ഞാനെന്ന പൂജാമുറിയിൽ കയറിയതിന്റെ പൊരുൾ ഇപ്പോഴെങ്കിലും ഗോവിന്ദന് മനസ്സിലായിട്ടുണ്ടാവും. ലക്ഷ്മി പോലൊരു പെൺകുട്ടി ജീവത്യാഗം ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്തിറങ്ങിയിരിക്കുമ്പോൾ ആ പെൺമനസ് കണ്ടില്ലെന്ന് നടിച്ചാൽ സാക്ഷാൽ നീലകണ്ഠൻ പോലും എന്നോട് കൊടുക്കില്ല. സകല ചൈതന്യവും അവളിൽ കുടികൊള്ളുന്നുണ്ട്. പക്ഷേ സമയപ്രകാരം അവളുടെ ജീവിതത്തിൽ ചില ദുരിതങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ പരിഹാരമുണ്ടാകും. അദ്ദേഹം എന്താ ഈ നേരത്തെ വിളിക്കുന്നത്? ദൈവമേ, ചേച്ചിയെ കാണാൻ ഇവിടെ വന്ന് നിൽക്കാണോ? ഹലോ ലച്ചു, എനിക്ക് സ്വാതി ഒന്ന് കാണണം. ഞാൻ നാളെ അങ്ങോട്ട് വരും. ഭാഗ്യം,
പുറത്തൊന്നും നിൽക്കുന്നില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? എനിക്ക് സ്വാതിയെ കണ്ടേ പറ്റൂ. നിങ്ങൾ വന്ന ചേച്ചി കാണാൻ പറ്റില്ല. ഇപ്പൊ ചികിത്സ നടക്കുന്നത് പഴയ സ്ഥലത്തല്ല, അവിടെ ചേച്ചി മാറ്റിയിരിക്കുക. എവിടെ ആയാലെന്താ, എനിക്ക് അവളെ കണ്ടേ പറ്റൂ. നിങ്ങൾ വന്ന അച്ഛനും അമ്മയും കാണും. ഇപ്പൊ തന്നെ സഞ്ജനയുമായുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. നിങ്ങളും സഞ്ജനയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന കാര്യത്തില് അവർക്കിപ്പോ ഒരു സംശയമില്ല. അത് മാത്രമല്ല, വിവാഹ നിശ്ചയം കഴിഞ്ഞതൊക്കെ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യം നമുക്ക് മാത്രമേ അറിയൂ. ദയവ് ഇത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ലച്ചു പ്ലീസ്. നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത്. ഞാൻ ഫോൺ വെക്കാം. ലച്ചു, ഹലോ. പാവം, ഈ സ്നേഹമൊന്നും ചേച്ചി അറിയുന്നു പോലുമില്ല. ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നാ പിന്നെ എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. പെരുവണ്ണാപുരത്തമ്മേ, കനിവ് കാട്ടണേ. എന്താ നോക്കുന്നേ? ദൈവമേ, എനിക്കിങ്ങനെ ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എന്തെല്ലാം എന്റെ മോള് കാണാനിരിക്കുന്നു. എങ്കിലും ഇതെല്ലാം അല്പം കൂടുതലാ. മാസം 3 കഴിഞ്ഞിരിക്കുന്നു. സൂക്ഷിക്കേണ്ട സമയം കടന്നു പോയത്. വലിയ യാത്രകളൊന്നും വേണ്ടെന്നേ ഡോക്ടർ പറഞ്ഞുള്ളൂ. എന്നുവെച്ച് കടുത്ത പണികളൊന്നും നീ ചെയ്യണ്ട. ഇവിടെ നീ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരു തമ്പുരാട്ടി കൂടിയില്ലേ. കവിതയ്ക്കും കിച്ചണിൽ കയറാം. കവിതച്ച് കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ദിനേശ് ചേട്ടൻ അറിയില്ലേ? മുഴുത്ത അസൂയയാ. അവളെ അതിൽ വെന്തുരുകുന്ന എനിക്കൊന്ന് കാണണം. ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ നോക്കിക്കോ, അവളിവിടെ ഉണ്ടാവില്ല. പാമ്പിന്റെ വിഷം അവൾക്ക്. ആ, അമ്മുനെ ഇതുവരെ ഫോണിൽ കിട്ടിയില്ല. വല്യച്ചിയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. ഞാൻ ഈ വാർത്ത അറിഞ്ഞുടനെ അമ്മുനെ വിളിക്കുക. രാത്രിയായില്ലേ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഏയ്, എന്തായി കാണിക്കുന്നേ? സൂക്ഷിച്ച്. ദിനേശന്റെ ഒരു കാര്യം. ഇതൊക്കെ എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതല്ലേ. എനിക്കറിയില്ലേ, നിങ്ങൾ ആണുങ്ങൾക്ക് ഭാര്യയോട് കളങ്കമില്ലാത്ത സ്നേഹം വരുന്നത് അവൾ ഗർഭിണിയാവുമ്പോഴാ. കുഞ്ഞിനെ പ്രസവിച്ച് കിട്ടിയ അതുവരെയുള്ള സ്നേഹവും തീർന്നു കിട്ടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.